وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിന്റെ 4-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ബനു ഇസ്രായേലിയർക്ക് ശബത്ത് ദിവസവുമായുള്ള ബന്ധവും ആ ദിവസത്തിൽ അവർ എല്ലാ ജോലികളിൽ നിന്നും ഒഴിവായി നിൽക്കുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യണമെന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇസ്രായേൽ ജനതയിൽപ്പെട്ട ചില ആളുകൾ അവർ ഈ ദിവസത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന ലംഘിക്കുകയും ചില കുതന്ത്രങ്ങൾ നടപ്പിലാക്കി ശനിയാഴ്ച ദിവസം മീൻ പിടിക്കുകയും ചെയ്തു. സബത്ത് ദിവസത്തിൽ അതിക്രമം കാണിച്ചവർ എന്നാണ് അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. സഹോദരങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക്, അതായത് അള്ളാഹുവിന്റെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം മീൻ പിടിച്ച ആ ആളുകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് ഈ ആയത്തിൽ പറഞ്ഞത് ഫഖുൽനാ ലഹും, അപ്പോൾ നാം അവരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ ഹീനന്മാരായ കുരങ്ങന്മാരായി തീരുക എന്ന്. ഇവിടെ അള്ളാഹു ബനു ഇസ്രായേലിൽപ്പെട്ട അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ച ആ ആളുകളെ അവരെ കുരങ്ങുകളാക്കി രൂപമാറ്റം സംഭവിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവർ കുരങ്ങുകളായി തീർന്നു എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മനുഷ്യരോട് ഏതാണ്ട് സാമ്യമുള്ള കുരങ്ങന്മാരായി അല്ലാഹു അവരെ മാറ്റി എന്നാണ്. അവരുടെ സ്വഭാവം കുരങ്ങന്മാരുടെ സ്വഭാവമാക്കി മാറ്റി എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. മറിച്ച് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നോക്കിക്കാണാൻ കഴിയുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് വ്യാപകമായ ഒരു ദൃഷ്ടാന്തവും താക്കീതുമാകുന്നതിന് വേണ്ടി ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ അവരെ യഥാർത്ഥ രൂപത്തിലുള്ള കുരങ്ങന്മാരാക്കി എന്നാണ് പൂർവ്വകാല തഫ്സീർ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് സഹോദരങ്ങളെ അത് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറഞ്ഞില്ലേ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. താനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം, അപ്പോഴതാ അത് ഉണ്ടാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അല്ലാഹു ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ അത് അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ആകൃതിയിലും പ്രകൃതിയിലുമൊക്കെ ആ അക്രമികളായ ആളുകളുടെ രൂപത്തെ അല്ലാഹു മാറ്റുകയാണ് ചെയ്തത് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാർ പൂർവികരിൽ നിന്നുള്ള ഉദ്ധരണികൾ സഹിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കു നേരെ കുതന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു താക്കീതാണ് ഈ സംഭവം അറിയിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറിൽ കാണാം, പ്രശസ്ത താബഈ പണ്ഡിതനായ ഇമാം ഖത്താദ റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, ഫസ്വാറൽ ഖൗമു ഖുറൂദൻ തആവാ ലഹാ അദ്നാബും ബഅദമാ കാനൂ റിജാലൻ വനിസാഅ. സൃഷ്ടികളുടെയും പുരുഷന്മാരുടെയും അസ്തിത്വമുണ്ടായിരുന്ന ഈ ജനങ്ങൾ വാലുള്ള അലമുറയിടുന്ന കുരങ്ങന്മാരായി തീർന്നു എന്നാണ് ഇമാം ഖത്താദ റഹിമഹുള്ള പറഞ്ഞത്. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് നൽകിയ ഈ ഒരു ശിക്ഷ അതൊരു വലിയ ശിക്ഷയായിരുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ, ഗൗരവം നൽകാതെ, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ആസ്വദിച്ച് ജീവിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴായി അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. ശബ്ബത്ത് ദിവസം ആ അക്രമം പ്രവർത്തിച്ച ആളുകളെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമാക്കി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അവരിലെ യുവാക്കളെ അള്ളാഹു കുരങ്ങന്മാരാക്കുകയും അവരിൽ പ്രായം ചെന്നവരെ അള്ളാഹു പന്നികളാക്കുകയും ചെയ്തു എന്നാണ് മഹാനായ ഈ സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഈ ചരിത്രമെല്ലാം കേട്ടറിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാവുകയാണ്.
ഭൂമിയിൽ കുരങ്ങന്മാരും അതുപോലെ തന്നെ പന്നികളൊക്കെ ഉണ്ടായത് അത് ഈ സംഭവത്തിന് ശേഷമാണോ? അള്ളാഹു മനുഷ്യന് രൂപമാറ്റം സംഭവിപ്പിച്ചതിന് ശേഷമാണോ ഈ ഭൂമിയിൽ കുരങ്ങന്മാരും പന്നികളും ഉണ്ടായത് എന്ന സംശയം? സഹോദരങ്ങളെ, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കുരങ്ങുകളും പന്നികളുമൊക്കെ അവ രൂപമാറ്റപ്പെട്ടവയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രതാപവാനും മഹാനുമായ അള്ളാഹു ഒരു ജനതയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ജനതയെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ അവക്ക് സന്താനങ്ങൾ ഉണ്ടാക്കുകയില്ല. കുരങ്ങുകളും പന്നികളും മുമ്പേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹു ശിക്ഷിച്ച ആ ജനങ്ങൾ പിന്നീട് രൂപമാറ്റം വരുത്തിയ ആ കുരങ്ങന്മാരും പന്നികളുമായി മാറിയ ആ ആളുകൾക്ക് ഒരിക്കലും സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹു ആ മനുഷ്യന്മാരെ കുരങ്ങുകളാക്കി മാറ്റിയത് അവരുടെ പാപം കാരണമാണ്. അള്ളാഹു ശിക്ഷിച്ച ആ ജനങ്ങൾ ഈ ഭൂമിയിൽ 3 ദിവസം മാത്രമാണ് ജീവിച്ചത്. രൂപമാറ്റം സംഭവിച്ച ഒരു വ്യക്തിക്കും 3 ദിവസത്തിന് കൂടുതൽ ജീവിക്കാൻ കഴിയുകയില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാനോ അവർക്ക് വെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദമായി കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹു ഇസ്രായേൽ ജനതയിൽപ്പെട്ട കടലോരത്ത് താമസിച്ചിരുന്ന ഈ ഒരു വിഭാഗത്തെ ശിക്ഷിച്ചത് അവർക്കിടയിൽ പാപവും ധിക്കാരവും അധികമായപ്പോഴാണ്. അവരുടെ ഹൃദയത്തിലേക്ക് ആവശ്യമായ വെളിച്ചം അത് പ്രവേശിക്കാത്ത രൂപത്തിൽ അടഞ്ഞുപോയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഇത്തരം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന വിനയാന്വിതരായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാകാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് അടുത്ത ആയത്തുമായി ബന്ധമുള്ളത് കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഇതോടുകൂടി സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ 65-ാമത്തെ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ആ ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.